കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേ മമ്മിയെ? യെസ്, യു ആർ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഐറ്റംസ് നശിപ്പിക്കണം. അതിനു വേണ്ടി മാത്രമാണ് മോളൂട്ടിയുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഞാനൊരു സാധനം കാണിച്ചു തന്നിട്ടില്ല. ഞാൻ 2-3 ദിവസം ഒരാഴ്ച ഉണ്ടാക്കിട്ടോ തോന്നുന്നു. ദിസ് ഈസ് ഞാൻ ഉണ്ടാക്കിയ മിറർ ആണ്. ചെറുത്താര കാണിക്കല്ലേ? ചെറുത്താര ഇവിടെ ഇരിക്കുന്നില്ല. ചെറുത്താര മേക്കപ്പ് ചെയ്തിട്ടില്ല. ഇതെന്റെ മിറർ നല്ല അടിപൊളി മിറർ. ഞാൻ കുറച്ച് ക്ലേ കൊണ്ടൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതെ, അങ്ങോട്ട് നീക്കി പിടിച്ചാലേ ഓക്കെ ഗൈസ്. അപ്പൊ കുറച്ച് ഡിസൈൻസ്. അപ്പൊ അതാണ് ഞാൻ എന്റെ മിറർ കേട്ടോ. ബാക്ക് നിങ്ങൾ നോക്കിയാ വേണ്ട. ഇത് എവിടുന്ന് വന്ന മിററാ? ഇത് ഫ്രം ലണ്ടൻ. ഞങ്ങളത് നശിപ്പിച്ച് ഉണ്ടാക്കി ഇങ്ങനെയാക്കി എടുത്തിട്ട്. അപ്പൊ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ തുടങ്ങിയാലോ? ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോ മമത് പിടിച്ചേക്കാം. ഓക്കെ ഓക്കെ, ഇതാണ് കേട്ടോ അവളുടെ ക്യാമറ. അപ്പൊ ഇങ്ങനെ പിടിച്ചോട്ടോ. ആദ്യമേ തന്നെ നമുക്കൊരു ഈശ്വര പ്രാർത്ഥന. പ്രപഞ്ച സൃഷ്ടി നായക മേക്കപ്പ് കൊള്ളാണ്ടിരിക്കാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം. അപ്പൊ ഗൈസ് ആയപ്പോ തന്നെ നമ്മള് ലിപ് ബാം ഇടണം കേട്ടോ. ഫസ്റ്റ് ചുണ്ടാണോ താങ്കൾ പ്രിഫർ ചെയ്യുന്നത്? നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുമ്പേ തന്നെ ലിപ് ബാം ഇടണം. അത് എവിടെയെങ്കിലും പഠിച്ചതാണോ ചെറുത്താര്? ഇപ്പൊ കൂടുതലായിട്ട് മേക്കപ്പ് വീഡിയോസ് കാണുന്നുണ്ട്. അത് എനിക്കും കൂടി നഷ്ടമുള്ള കാര്യമാണ്. ബിക്കോസ് എല്ലായിടത്തേക്ക് പോവാൻ വേണ്ടിട്ടല്ല കേട്ടോ ഗൈസ്. ഇത് തൂത്ത് കളയാനുള്ളതാണ് ഇനി. എന്താ ഒരു ചുമ. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ മുഖം ഒന്ന് കഴുകണം. ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് പച്ചവെള്ളമാണ് കേട്ടോ. അതിലത്തെ കഴിഞ്ഞു ഗൈസ്. ഇതില് നമ്മുടെ എന്തോ ഒരു സാധനമായിരുന്നു. അത് ഹെയറിന്റെ ആണോ? അല്ല, ഇതിങ്ങനെ ഇത് തലയിൽ കെട്ടണ സാധനമാണ് കേട്ടോ ഗൈസ്. അത് എടുത്തിട്ട് മുഖം തുടച്ചു. ടവൽ എടുക്കാൻ നേരില്ല, ടിഷ്യൂ എടുക്കാൻ നേരില്ല. അപ്പൊ ഫേസ് നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇത് ആദ്യമേ കഴുകിയിട്ടാണോ നിങ്ങൾ വന്നത് ഇങ്ങോട്ട്? ആ കഥ പറയാണ്ടിരിക്കുന്ന ഭേദം. ആ കഥ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇത് എന്താ പറയാ, ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുള്ള കൂടിയായിരുന്നു. അത് നല്ലതാ. നമ്മുടെ സ്കിന്നിന്റെ ഉണ്ടല്ലോ ഹോളൊക്കെ ഉണ്ടാവും, അതൊക്കെ അടയാൻ നല്ലതാന്നാ പറഞ്ഞത്. ഐസ് ക്യൂബ് കൊണ്ട് ഫേസ് വാഷ് ചെയ്തത്. അപ്പൊ ഇന്നലെ രാത്രി അതായിരുന്നു, ഇന്നും അതൊക്കെ തന്നെ ആയിരുന്നു. നല്ലതാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കൂന്ന്. അത് മിക്ക തന്നെ നോക്കിയിരിക്കല്ലേ ക്യാമറയിലേക്ക്. നല്ലതാണ് കേട്ടോ. കുറേശ്ശെ ഉപയോഗിക്കൂ സൺസ്ക്രീമും മോയ്സ്ചറൈസർ ക്രീമും ഒക്കെ. ബിക്കോസ് ഇത് തൂത്തുവാരി കളയാനുള്ളത്. അപ്പൊ തുണ്ടെടുത്താ മതി. നമ്മുടെ എന്തോരെടുത്ത് മോയ്സ്ചറൈസർ അല്ല ഇത്, സൺസ്ക്രീം അല്ല. അതെ, ഇതിന്റെ കമ്പനി നമ്മുടെ അപ്പന്റെ അല്ല കേട്ടോ. മനസ്സിലായില്ലേ? അപ്പന്റെ ചെരുപ്പുകടയാ. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എന്നെ കൈമ ലിപ്സ്റ്റിക് ഉണ്ടാകുന്ന തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ വേസ്റ്റ് ആയി ഗൈസ്. തുണി കൊണ്ട് തുടയ്ക്കൂ. കട്ട് ചെയ്താ വേണം. കട്ട് ചെയ്യണ്ട, കുറച്ച് പൊക്കിയിരിക്കും തല. താങ്കൾ താന്ന് പോകുന്നു. അത് നമ്മൾ അടിപൊളിയായിട്ട് സൺസ്ക്രീം തേക്കണം കേട്ടോ. ചുണ്ടില് പോയാൽ അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഓക്കെ ചേച്ചി, ഇത് കുട്ടികൾക്കുള്ളതാണോ അതോ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റിയ മേക്കപ്പ് ആണോ? എങ്ങനെയത്? എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇത് വലിയ ഹെവി ആണോ? അതെ, ഗ്ലാസ് സ്കിൻ ആണോ ചെയ്യുന്നത്? കൊറിയൻ സ്റ്റൈലാണോ? കൊറിയൻ സ്റ്റൈലാണ് ചെയ്യാൻ തോന്നുന്നത്. ബട്ട് ഇതാവില്ല കൊറിയൻ. ഇന്നലെ ആയി രാത്രി. ഇന്നലെ ഇതുപോലെ ഒരു മണ്ടത്തരം ചെയ്തു. എന്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും എടുത്തിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോ ഞെട്ടിപ്പോയി ഞാന്. ഇതൊക്കെ മേടിക്കണം കാശ് കൊടുത്തിട്ട്. നിനക്ക് തോന്നുമ്പോ ഒന്ന് തരി പൊങ്ങിയിരുന്ന ഉപകാരമായിരുന്നു കേട്ടോ. അടുത്തതായി നമ്മൾ മാക്കിന്റെ അതൊന്നും പറയണ്ട. മേക്കൊന്നും പറയൊന്നും വേണ്ട. എന്താന്ന് വെച്ചാല് എല്ലാ വീഡിയോയിലും തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരൊറ്റ ബ്രാൻഡ് ഉള്ളൂ കയ്യില്. നമ്മുടെ ഇതുള്ളൂ. നമ്മളുള്ളത് വെച്ച് നമ്മൾ ചെയ്യണം. ഇത് കഴിയുമ്പോ നമ്മൾ അടുത്തത് മേടിക്കും. പക്ഷെ മാക്കിനാണ് എനിക്കിഷ്ടം.
ഇത് വെറുതെ തൂത്ത് കളയാൻ വേണ്ടിട്ടാണ് കേട്ടോ അത് പറയാൻ പാടില്ല നമ്മൾ. ആ ഓക്കെ. ദേവി ഒരുപാട് നമ്മളെ ഈ സ്കിന്നും ഭയങ്കര വ്യത്യാസമായിട്ട് കൊളമാക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ ഇത് കൈകൊണ്ട് ഇടരുത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബ്രഷ് വെച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസ് അത്. അപ്പോൾ കൈ കൊണ്ട് ഇട്ടിട്ടുണ്ട് പരത്തും. എനിക്ക് ഇഷ്ടമല്ല കൈ കൊണ്ട് പരത്തണത്. പറഞ്ഞനുസരിക്കില്ലല്ലോ. ഇനിയിപ്പൊ നാളെ പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ പിള്ളേരൊക്കെ നിനക്ക് അതുകൊണ്ട് ചെയ്തുകൂടെ, ഇതുകൊണ്ട് ചെയ്തുകൂടെ, അതുകൊണ്ട് ചെയ്തുകൂടെ, അങ്ങനെ കമന്റ്സ് ഒക്കെ വരാറുണ്ടോ സ്കൂളില്? പിള്ളേരെന്താ പറയാറ്? പിള്ളേര് അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. അങ്ങനെ പറയാറുണ്ട്. ബസ്സിൽ കേറും തന്നെ ഉണ്ട്, എന്റെ ഫ്രണ്ട് ഉണ്ട് ബസ്സില്. അവൾ പറയൂ നിനക്ക് അങ്ങനെ ചെയ്തൂടെ. ഇന്നലെ വേറെ കുട്ടിയോട് പറയൂട്ടോ അവളെ, ഇന്നലെ ഉണ്ടല്ലോ ഒരുത്തി വീഡിയോയില് ഇത് ചെയ്തുകൂട്ടാ. അപ്പൊ അത് ആര് ഞാനല്ലാണ്ട് പിന്നെ ആരെന്ന് ഞാൻ പറയും അങ്ങനെ. പിന്നെ അന്നത്തെ ദിവസം കൺസീലർ കുറച്ച് ലിപ്പിന്റെ താഴെയായിട്ട് ഒന്നും കൂടി ബ്രഷ് പിടിക്കണം കേട്ടോ. വൈറ്റ് കളർ ഇത്തിരി കാണാനുണ്ട്. യാ അവിടെ ഒന്ന് ആ കൺസീലർ ഇടുമ്പോ റെഡിയാവും. ഒന്നാമത് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാലുണ്ടല്ലോ, കുറച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ ഉപകാരമാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ കൺസീലർ ഇടാട്ടോ. വേഗം ആവണം കേട്ടോ. വേഗാവട്ടെ. ലാഗടിക്കുന്നേ കുറച്ച് അടിക്ക് കേട്ടോ ഗൈസനെ. ഇതൊരു വെറൈറ്റി കളറാണ്. ഞാൻ എന്റെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ളതല്ല ഞാൻ എടുത്തത്. ഇത് ഞാനൊരു ആശിച്ചപ്പോ ഒന്ന് മേടിച്ചതാണ്. എന്താ പുലിയാണോ? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഓ ഇങ്ങനെയാണോ? എനിക്ക് പോലും അറിയാത്ത കുറെ ട്രിക്കുകൾ ഇജ്ജ് പരട്ടുന്നുണ്ടല്ലോ. ഇജ്ജ് എനിക്ക് പഠിപ്പിച്ചു തരുമോ ഇനി? ഇതൊക്കെ എന്റേന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഞാൻ അത്ര പൊട്ടിയൊന്നും ഇടാറില്ല ഗൈസ്. ഞാന് പുറത്തേക്ക് പോകുമ്പോ പുട്ടിന്ന് പറഞ്ഞ സാധനം മോളിട്ട് ഇടില്ല. പക്ഷെ ഞാനിടും. മോളിട്ട് വീട്ടിലിരിക്കുമ്പോ ഇങ്ങനത്തെ അക്രമങ്ങളൊക്കെ ചെയ്തിട്ട് ഫംഗ്ഷന് പോകുമ്പോ ഒരു പൗഡർ പോലും ഇടും. എനിക്ക് ഇഷ്ടല്ല അങ്ങനത്തെ മുഖം. കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യണം. വിശർക്കണതല്ലേ? ഞാൻ നേരത്തെ ഇതൊക്കെ ഒലിക്കുമ്പോ എനിക്ക് ഇവിടെ ഒക്കെ കറുപ്പാവും, ഇവിടെ ഒക്കെ കറുപ്പാവും എനിക്ക് കണ്ണിന്റെ അടി. സെറ്റിംഗ് സ്പ്രേ. അപ്പൊ ഇനി നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആണ് അടിക്കാൻ പോകുന്നത് കേട്ടോ. നോ 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 എന്താ പറയാ, ലാസ്റ്റ് അല്ല സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ മണ്ടത്തിയേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് ഇനി. അപ്പൊ നമുക്ക് ഇനി ഐഷാഡോ ഇടാം. അതല്ല, കൺസീലർ ഇട്ട് കഴിഞ്ഞാലേ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് പൗഡർ വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് കളേഴ്സ് ആണ് നമ്മൾ അവൈലബിൾ ചെയ്യുന്നത്. നമ്മൾ ഈ 2-3 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പൊ ഇത്തിരി കാക്കറി കൂക്കറി ഞാന് ഉണ്ടല്ലോ ഇവള് മേക്കപ്പ് ചെയ്യുമ്പോ ഇവളുടെ കൈ തെറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ കൊറേ ആക്ഷനോള് ഇതൊക്കെ എന്നിട്ടുണ്ടല്ലോ എന്നിട്ട് ചിരിപ്പിക്കും. ബ്ലഷ് ഇടാട്ടോ നീ. ഇതെനിക്ക് ഈ ലിപ്സ്റ്റിക് ഞാൻ ഇടാറില്ല. ബ്ലഷിന് വേണ്ടി മാത്രം ബ്ലഷിനായിട്ടാണ് ഞാൻ. ഇത് ഭയങ്കര റെഡ് കളർ, മൈ ഫേവറേറ്റ്. അതെ, അധികം അങ്ങോട്ട് കുഴച്ച് ഇംഗ്ലീഷിൽ പറയണ്ട, ലൈറ്റ് ആയിട്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇജ്ജത് ഗ്ലാസ് സ്കിന്നാണോ ചെയ്യാൻ പോണത് അതോ അമേരിക്കൻ സ്റ്റൈലാണോ ചെയ്യാൻ പോണത്? പല സ്റ്റൈലുകളാണ്. ഇവിടെ ഇച്ചിരി കുറവാണ് കേട്ടോ. നെക്സ്റ്റ് ആ ഒരു സൈഡാണ് ഇച്ചിരി ഓവറായിട്ടുള്ളത്. ഓവറാണല്ലോ ഇപ്പൊ 2 സ്ഥലത്തും ഇല്ല. ഇവിടെ ഇത്തിരി കുറവാ. ഒന്ന് ചെവിയുടെ അവിടേക്ക് കേറിപ്പോട്ടെ. ആ തന്നെ ലൈൻ ക്ലിയർ അല്ല കേട്ടോ. ഇതൊക്കെ കാരണമാണ് എന്റെ മുഖത്ത് കുരുക്കളൊക്കെ തോന്നും കേട്ടോ. എനിക്ക് മേക്കപ്പ് അത്ര ഇത് മുഖത്ത് എനിക്ക് ഇഷ്ടല്ല കേട്ടോ. ഡാൻസിന് പോകാനാണോ? ഡാൻസിന് പോകുമ്പോ ഇങ്ങനെ ഒന്നല്ല കേട്ടോ എന്റെ മുഖം. ഗൈസ്, ഭരതനാട്യത്തിനൊക്കെ എന്റെ മുഖം കാണുമ്പോ നിങ്ങൾ പേടിക്കും അത്രയ്ക്കും. ഇതെനിക്ക് ഇഷ്ടായിട്ടോ. കുറച്ച് ഇവിടെ കൂടി ഒന്ന് കറണ്ട് പോയിട്ടോ ഗൈസ്. വെളിച്ചുണ്ടോ? വെളിച്ചുണ്ട്. വെരി ഗുഡ്. ഓക്കെ, AC ഓഫായി. നമ്മുടെ അത് കുഴപ്പമില്ല, ഇപ്പൊ വരുമായിരിക്കും. നമ്മള് ബ്ലഷ് അല്ല ഐഷാഡോ. ഇതിൽ ഐലൈനർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? പിന്നെ അല്ല, എനിക്ക് ഫേസ് ഇഷ്ടായിട്ടോ. താങ്ക് യു. ഞാൻ ഇങ്ങനത്തെ ചെയ്യാറില്ല കേട്ടോ ഗൈസ്. ബട്ട് പുറത്തേക്ക് പോകുമ്പോ എന്താ ചെയ്യാത്ത ഇതുപോലെ കുട്ടപ്പനായിട്ട്? പുറത്ത് പോകുമ്പോ ഉണ്ടല്ലോ ഒരു ആൾക്കാർ എന്നെ കണ്ണ് വെക്കും ചിലപ്പോ.
പല്ല് കോന്ത്രം പല്ലത്തിയ കുറച്ച് താടി താത്തി പിടിച്ചിട്ട് ചെയ്താലും മതി. എന്തിനാ ഇങ്ങോട്ട് കേറി വരണേ? നീ ക്യാമറയുടെ തൊള്ളയിൽ കേറി വരണ പോലെ ഉണ്ട്. അങ്ങനെയൊന്നും കേറി വരണ്ട മോളെ, കുറച്ച് ബാക്ക് ഇരുന്നിട്ട് ഇങ്ങോട്ട് ചെയ്താൽ മതി. എങ്ങനെയുണ്ട് എന്റെ സംസാരം? ചില നേരത്ത് ഞാൻ നിന്നെ ചീത്ത പറയുന്ന ലോക്കൽ വേർഡുകൾ ഉപയോഗിക്കും. അങ്ങോട്ട് കേറി വരണേ, നീ ഇങ്ങോട്ട് വരണേ എന്നൊക്കെ ചോദിക്കൂ. ഇല്ല, ബ്ലഷ് ഓക്കെയാണ്, പക്ഷെ ഇങ്ങോട്ട് ഫിനിഷിങ് എത്തിയില്ല, എൻഡിലേക്ക് വലിച്ചെഴുതണം, വലിച്ച് ബ്രഷ്. ഇവിടെ ഇപ്പൊ ഒരു സംഭവമാണ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെക്കും. അപ്പൊ ഈ സിലിക്കോളൊക്കെ വലിച്ച് എൻഡിലേക്ക് വരണം കേട്ടോ. റൈറ്റ് ലെഫ്റ്റ് ആയിട്ടുണ്ട്, പെർഫെക്റ്റ്. റൈറ്റ് ആണ് ഇച്ചിരി കൂടി കുറഞ്ഞു പോയോ? അവിടെ കുറഞ്ഞു പോയി. നെക്സ്റ്റ് ലെഫ്റ്റിലും ഓക്കെയാണ്. ഇത്രയൊക്കെ മതി കേട്ടോ, കളയാളതല്ലേ. എന്റെ ഈ ലിബം ഞാൻ വേറെ ഇട്ടു. ഇപ്പൊ ഓഫ് ആയപ്പോ ഞാൻ ലിബം വേറെ ഇട്ടു കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഈ സാധനം ഈ ഒരു ഗ്ലേസിങ് സാധനം അത് അടിപൊളിയാ, ബട്ട് ഇത് ഞാൻ മാറ്റി വെച്ചു. എടുത്ത് വെച്ച സാധനമായിരുന്നല്ലോ ഒക്കെ ഞാൻ പുറത്താക്കി. നമ്മുടെ എല്ലാ ലിപ്സ്റ്റിക്കും അമ്മ എടുത്തു വെച്ചിട്ടായിരുന്നു. അതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ഈ പെണ്ണുവരുത്തി എടുത്തു വെച്ചതാ. ഇതൊക്കെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ അരണ്ണി ഞാൻ ഈ അളമരുന്നും കൊണ്ടുവച്ചത് ഞാൻ കണ്ടു. അപ്പൊ ഇത് നമ്മൾ ഇതൊന്നും നശിപ്പിക്കാൻ പറ്റില്ല, വലിച്ചു വാരിയിട്ടിട്ട് ഇടും. പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഒന്നും കിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാം എടുത്തു വെച്ച് പേഴ്സിലാക്കി വെച്ചു. ഗ്ലിറ്റർ ആണോ അത്? നമ്മളിപ്പോ ഒരു എസ്തറ്റിക് വൈബാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐലാണോ? ബിക്കോസ് സ്മോക്കി ഐസിന്റെ ഒരു വീഡിയോ ചെയ്ത് തരണം കേട്ടോ. അതെങ്ങനെയാ? സ്മോക്കി ഐസ് പോലെ ബ്ലാക്കിഷ് കൊടുത്തിട്ട് അത് സൂപ്പർ ആട്ടോ. പിന്നെ നമുക്ക് ഇനി ലെൻസ് മേടിക്കണം. മേക്കപ്പ് ചെയ്യുമ്പോൾ ലെൻസും കൂടി വെച്ച് കഴിഞ്ഞാല് ഡ്യൂഡിന്റെ ഭാര്യയുടെ പോലെയോ. ഡ്യൂഡ് നമ്മുടെ സാലു എന്നാണ് ഭാര്യയുടെ പേര്. സാലു എന്നാണ് ഡ്യൂഡിന്റെ പേര്. സാലു. അതിന് നമുക്ക് കണ്ണെഴുതാം കേട്ടോ. കണ്ണെഴുതണം എനിക്ക് ഇച്ചിരി ടാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ റെഡ് കളർ കൊടുക്കാൻ കുറച്ചും കൂടിയാണോ? മൂക്കിന് വളരെ മസ്റ്റ് ആയിട്ട് കൊടുക്കൂട്ടോ. എന്തിനാത്? അതൊരു ബ്ലഷാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ടതില് ഫുള്ള് കുത്ത് പല 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 കളറ് കുത്താണ്. അതിവിടെയാണ് നോസിന്റെ ആ ഭാഗത്തായിട്ട് നിറയെ. എന്നിട്ട് അത് മൊത്തം ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോ ഉണ്ടല്ലോ സൂപ്പർ ആയിരിക്കും, അടിപൊളി. എനിക്ക് അത് നല്ല ഇഷ്ടമാണ്. ഇംഗ്ലീഷുകാരൊക്കെ മെയിൻ ആയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തു ഡോട്ട് നമുക്ക് ഐലൈനർ എഴുതി കഴിഞ്ഞിട്ട് കാണാട്ടോ. അങ്ങനെ പറ്റില്ല, അത് മതി. എനിക്ക് എന്റെ കൈ കണ്ണു തൊട്ടുട്ടോ. ഞങ്ങക്ക് കണ്ണ് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. അമ്മ ഓഫ് ആക്കിക്കോ. നോ, ഓഫ് ആക്ക്. നീ ചെയ്യേ നോക്കട്ടെ. അതാണല്ലോ ഇതിന്റെ ഒക്കെ ഒരു ഇത് എന്ന് പറയണത്. അമ്മ ഓഫ് ആക്കിക്കോ, അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ചെയ്തോളൂ. ഇങ്ങനെയാണോ കണ്ണ് എഴുതാറ്? കണ്ണെഴുതുമ്പോ ശ്രദ്ധിച്ചിട്ടാണോ ചെയ്യണ്ടേ? ഞാൻ ചിരിപ്പിക്കട്ടെ ചേച്ചീനെ? ചിരിപ്പിക്കാൻ കുറച്ച് നേരം ഇരുന്നിട്ട് വേണമെങ്കിൽ വാലിടണം കേട്ടോ. അപ്പോഴാണ് ഐ മേക്കപ്പിന് ഒരു ഫിനിഷിങ് വരുള്ളൂ. വാലിടണേ. വാലിടുമ്പോ നല്ലൊരു ഫിനിഷിങ് വരും കണ്ണിന്. അത് നമ്മളൊക്കെ പഠിച്ചു വരുന്നല്ലേ. അതെ, പക്ഷെ നീ പഠിച്ചു വരുന്നല്ലേ ഉള്ളു ഇപ്പൊ കറക്റ്റ് ആയിട്ട്. പണ്ട് ഞാനാണല്ലോ ചെയ്ത് തരാറ്. ഇപ്പൊ നീ ഇത് ചെയ്ത് വരും. അതെല്ലാവർക്കും അങ്ങനെയാ. ഒരു കണ്ണ എപ്പോഴും നല്ല ഭംഗിയായിരിക്കും ചെയ്തു വരുമ്പോ. ഒരു കണ്ണ എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും. അത് നിനക്ക് മുസ്ലിം കുട്ടികളുടെ പോലെ ഉണ്ട്, ഉമ്മച്ചി കുട്ടികളുടെ പോലെ. മോട്ടയുടെ കൊറേ ഫ്രണ്ട്സ് ഉമ്മച്ചി കുട്ടികളാ അല്ലേ? സ്കൂളിൽ വന്നപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇത്ര അധികം ഉമ്മച്ചി കുട്ടികൾ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ട് എന്നുള്ളത്. അത് വെച്ചിട്ട് ഞാനും സ്കൂളിലേക്ക് ഉമ്മച്ചി കുട്ടികളെ കാണാൻ പോവണ്ട. സിസ്റ്റർമാരെ നല്ല ചുട്ട പട കിട്ടും. ശരിയല്ലേ? ഓ ക്യൂട്ട്. തീരെ അറിയാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. ഓക്കെ, ഇനി നമ്മള് എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ
ഐബ്രോസ് അല്ലല്ലോ, മസ്കാരോ ഇടാൻ പോവുകയാണ്. മസ്കാരോ. ഓക്കെ. ഓ മൈ ഗോഡ്, വായടച്ച അല്ലെങ്കിൽ ഈച്ച പോവും. ഇങ്ങനെയാണ് നമസ്കാരം ഇടണം. കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിക്കോ ചെറുത്താരെ. എനിക്കിഷ്ടായി. ഈ മസ്കാര കഴിയാറായിട്ടോ? കഴിയും. ഒരു ദിവസം 3 മേക്കപ്പാണ് എടുത്ത് കൂട്ടണത്. ഇത് ദുബായിന്ന് കൊണ്ടുവന്ന മസ്കാര കേട്ടോ. അതെ, ഞാൻ പറയട്ടെ, ഇത് 3 മേക്കപ്പാണ് ഒരു ദിവസം. അതായത് തൂത്ത് കളയാനാണ്. അല്ലാതെ ഇപ്പൊ ഇത് വല്ലയിടത്തേക്കും പോവാൻ വേണ്ടിട്ടല്ല ഈ ചെയ്ത് കൂട്ടണത്. ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യണത്. ജനങ്ങൾക്കും എന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ കണ്ട് മേക്കപ്പ് ചെയ്യുന്നതാണോ? ഞാൻ പക്ഷെ ഇതുപോലെ ഒന്ന് പുറത്ത് പോകുമ്പോ ചെയ്യണം. അതെനിക്ക് ഇഷ്ടമല്ല. പുറത്ത് പോകുമ്പോ ഒന്നും ചെയ്യില്ല. മേക്കപ്പ്, ലിപ്സ്റ്റിക് ഇടും ചെലപ്പോ. ലിപ്സ്റ്റിക് ഇടും, നമ്മൾ ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തോണ്ട് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടാ നീ ചെയ്തോ. അതൊക്കെ അറിയാം, മമ്മിക്ക് ഇഷ്ടമാണ്. മമ്മിക്ക് ഞാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മമ്മി ഭൂതക്കാളിയാവും. അല്ല, നീ മേക്കപ്പ് ചെയ്തിട്ട് പുറത്തിറങ്ങണത് എനിക്ക് ഇഷ്ടാന്ന്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? താല്പര്യമില്ല കേട്ടോ. ലൈനർ ഓക്കെ. നമ്മള് ലാസ്റ്റ് സ്റ്റേഷനിലേക്കൊക്കെ വത്തി തുടങ്ങിട്ടോ. ലാസ്റ്റത്തെ ഇതിലൊക്കെ സ്റ്റേഷനിലേക്ക് എത്തി നമ്മള്. ട്രെയിൻ അല്ലേ, അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, സോറി, സെക്കൻഡ് ലാസ്റ്റ്. ഇനി എന്താ ലിപ്സ്റ്റിക് കൊണ്ടിടണം. ജസ്ലി എന്റെ അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ. അയ്യോ, ജസ്ലിന്റെയാണ്. എന്തോ വിളിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വിളിക്കാം. കോളാണോ? അവളങ്ങനെ പെട്ടെന്ന് വിളിക്കാത്തതാണല്ലോ, കോളാണല്ലോ. അപ്പൊ ലിപ്ലാനോ? വേഗം ചെയ്യൂ, എനിക്ക് തിരിച്ചു വിളിക്കണം. അവളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കിടക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഏത് ലിപ്സ്റ്റിക് ഇടണം എന്നൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇനി ദിസ് ഫോർ റെവ്ലോൺ. ഇറ്റ്സ് ഗുഡ് ലിപ്പ്. എനിക്ക് ഇഷ്ടം. അതാണ് ഞാൻ എടുത്ത് വെച്ചത്. പൊട്ടിക്കല്ലേ മമ്മിയുടെ ചങ്ക് കെട്ട്. അത് ബെസ്റ്റ്. അത് റെവ്ലോണിന്റെ കമ്പനി ഒന്ന് അടിച്ച് നോക്കിക്കോ, എത്ര പോപ്പുലർ വാല്യൂ ഉണ്ട് എന്നുള്ളത് അപ്പൊ അറിയാം. റെവ്ലോണൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്റെ ചേട്ടൻ കൊണ്ടുവന്ന കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇത് പാരീസിന്റെ ഒരു എഡിഷനാണ്. റെവ്ലോൺ അല്ലേ അത്? നല്ലൊരു ഷെയ്ഡാണ്. അതൊക്കെ തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ആവട്ടെ ചെടുത്താരേ. ഇനി നമുക്കൊരു പൊട്ട് കുത്തണം. എനിക്ക് എല്ലാ മേക്കപ്പ് കഴിഞ്ഞ ഒരു പൊട്ട് കുത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പൊട്ട് കുത്തുന്നത് രസാണ്. ഒരു കുഞ്ഞ പൊട്ട് കേറ്റി കുത്തണം. അതിന്റെ ഒരു അതെ, അതിന്റെ ഒരു ഭംഗി, ഒരു പൊട്ട് കുത്തുന്നതിന്റെ ഒരു ഭംഗി അത് വേറെ തന്നെയാ. പെൺപിള്ളേർക്ക് പൊട്ട് കുത്തുന്നത് ഒരു ഭംഗിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഡ്രസ് മാറണ്ട, ഇത്രയ്ക്ക് മതി. കുറച്ച് അത് ഇട്ടോളൂ. അപ്പൊ ഇന്ന് എന്തൊക്കെ ചെയ്തു അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. മോളുട്ടിയുടെ ഒരേ തക്കിട തരികിട പരിപാടികളാണ്. എനിക്ക് ലൈക്ക് കിട്ടണം നല്ല താല്പര്യം. കണ്ണൊക്കെ സൂപ്പർ ആയിട്ടില്ലേ? കണ്ണു മേക്കപ്പേ സൂപ്പർ ആയിട്ടുണ്ട്. ഗ്ലാസ് സ്കിൻ പോലെ തന്നെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്, ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് എന്തായാലും വേണം നമുക്ക്. കാരണം ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഈസി ആണോ, ഇനി ഇതിന്റെ വേറെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണോ അല്ലേ?